19കാരന്റെ ജീവനെടുത്ത KSEBയുടെ അനാസ്ഥ. നെടുമങ്ങാട് വൈദ്യുത കമ്പി പൊട്ടിവീണ് പനയമുട്ടം സ്വദേശി അക്ഷയ്ക്ക് ദാരുണാന്ത്യം. മരച്ചില വീണ് കാലപ്പഴക്കം ചെന്ന ഇലക്ട്രിക് പോസ്റ്റും ഒടിഞ്ഞു വീഴുകയായിരുന്നു. എന്നാൽ സ്ഥലം ഉടമ മരം മുറിച്ചു മാറ്റാത്തതാണ് അപകടത്തിനിടയാക്കിയതെന്ന് പറഞ്ഞ് വീഴ്ചയെ മറയ്ക്കുകയാണ് വൈദ്യുത മന്ത്രി ചെയ്തത്. MLA വിളിച്ചു പറഞ്ഞു, ഞാൻ അവിടുത്തെ പഞ്ചായത്ത് മെമ്പറിനെ വിളിച്ചു ചോദിച്ചു. അപ്പോൾ കാറ്റിൽ മരം വീണതാണ്. ആ മരം പ്രൈവറ്റുകാരുടെയാണ്. അയാൾ അതിന് മുമ്പ് അത് കൊടുത്തിട്ടും മുറിക്കാൻ സമ്മതിച്ചിട്ടില്ല. അതിൻ്റെ നിയമപര നടപടി എന്താണെന്ന് അത് ചെയ്തോട്ടെ. ഇപ്പോൾ ചീഫ് എഞ്ചിനീയറിനെ ഉടൻ തന്നെ അന്വേഷിക്കാനുള്ള ഏർപ്പാട് ഇതിൻ്റെ അദ്ദേഹം ഇപ്പോൾ തന്നെ പോയി എവിടെയാണ് പാളിച്ച വന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് അതിൻ്റെ പേരിൽ നടപടി ഉണ്ടാവും. ഈ വാർത്തയുടെ വിശദാംശങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് അഞ്ജു ജയപ്രകാശ് നൽകും. അഞ്ജു, വിശദാംശങ്ങൾ പറയൂ. KSEBയുടെ അനാസ്ഥ വീണ്ടും തുടർക്കഥയാവുകയാണ്. ഡിഗ്രിക്ക് പഠിക്കുന്ന അക്ഷയെ ഒഴിവ് ദിവസങ്ങളിലാണ് ചെറിയ വരുമാനത്തിനായി കൂട്ടുകാർക്കൊപ്പം കാറ്ററിംഗ് ജോലിക്ക് പോയിരുന്നത്. കഴിഞ്ഞ ദിവസം കാറ്ററിംഗ് ജോലി കഴിഞ്ഞ് 2 സുഹൃത്തുക്കൾക്കൊപ്പം വീട്ടിലേക്ക് മടങ്ങുമ്പോഴാണ് അക്ഷയ്ക്ക് ഈ ദാരുണമായിട്ടുള്ള മരണം സംഭവിക്കുന്നത്. വീടിന് 1.5 കിലോമീറ്റർ മാത്രം അകലെയുള്ള പാമ്പാടി എന്ന സ്ഥലത്തു വെച്ചാണ് റോഡിൽ പൊട്ടിവീണ വൈദ്യുതി കമ്പിയിൽ തട്ടി അക്ഷയുടെ വണ്ടി മറിയുന്നത്. സുഹൃത്തുക്കൾ തലനാരിഴക്കാണ് രക്ഷപ്പെടുന്നത്. അവർ ഉടൻ തന്നെ ചാടി മാറുകയായിരുന്നു. സമീപത്തെ പറമ്പിലുള്ള റബ്ബറിന്റെ കൊമ്പൊടിഞ്ഞ് വൈദ്യുത ലൈനിന്റെ മുകളിലേക്ക് വീഴുകയായിരുന്നു. അങ്ങനെ ഈ വൈദ്യുതി കമ്പി പൊട്ടിയതിന് പിന്നാലെ തന്നെ ഇലക്ട്രിക് പോസ്റ്റും ഒടിഞ്ഞു വീഴുകയായിരുന്നു. കാലപ്പഴക്കം ചെന്നിട്ടുള്ള പോസ്റ്റിന് ഈ സ്റ്റേ കമ്പി പോലും ഉണ്ടായിരുന്നില്ലെന്നാണ് ദൃശ്യങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നത്. മരണത്തിന് പിന്നാലെ മരം പൊട്ടിവീണ സ്ഥലത്തിന്റെ ഉടമയെ പഴിച്ചുകൊണ്ട് വൈദ്യുതി മന്ത്രി കൂടി രംഗത്തെത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. പറമ്പിന്റെ ഉടമ മരം മുറിക്കാൻ അനുവദിക്കാത്തതാണ് അപകടത്തിന് ഇടയാക്കിയതെന്നായിരുന്നു ന്യായം. എന്നാൽ മരം മുറിക്കാൻ ഒരു അറിയിപ്പും ഇതുവരെ എവിടെ നിന്നും ലഭിച്ചില്ലെന്ന് ഉടമ തുറന്നു പറയുന്ന സാഹചര്യമുണ്ടായിരുന്നു. വീഴ്ച സമ്മതിക്കുന്ന KSEB തന്നെ ഈ പോലീസിനോടൊപ്പം ചേർന്ന് ഈ ഭാഗത്തുള്ള പ്രദേശങ്ങളിൽ ഉൾപ്പെടെയുള്ള മരങ്ങൾ മുറിച്ച് നീക്കാൻ തന്നെ തീരുമാനിച്ചു. ഇത്തരത്തിൽ അപകടാവസ്ഥയിലുള്ള മരങ്ങൾ മുറിച്ചു നീക്കാൻ തീരുമാനിച്ചു. മാത്രമല്ല, നെടുമങ്ങാട് പോലീസ് അസ്വാഭാവിക മരണത്തിന് ഈ സംഭവത്തിൽ കേസെടുത്തിട്ടുമുണ്ട്.